ഹലോ, നമുക്കിന്നൊരു 4 മണി പലഹാരം ഉണ്ടാക്കിയാലോ? ഒരു 10 മിനിറ്റ് വേണ്ട, അതിലും കുറച്ച് സമയം മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. കുട്ടികളൊക്കെ നല്ലപോലെ കഴിക്കുകയും ചെയ്യും, നല്ല ആരോഗ്യം ഉണ്ടാവുകയും ചെയ്യും. നമുക്കപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കാം. നമുക്കതിപ്പോൾ ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 2 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തോരം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുത്താൽ മതിയേ. പിന്നെ ഒരു മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കാനായിട്ട് വെക്കാം. പെട്ടെന്ന് തന്നെ ഉരുകി കിട്ടും. ഇതുപോലെ ഒന്ന് കട്ടയാക്കി കൊടുത്താൽ മതി, വേഗം തന്നെ ഉരുകി കിട്ടും. ഇനി അതിലേക്ക് ഇടാനായിട്ട് നമുക്ക് ഏലക്കായ ഒന്ന് ചതച്ചെടുക്കാം. അതും കൂടി ഇതിനകത്തേക്ക് നമ്മുടെ ഈ ശർക്കര ഉരുക്കിയെടുക്കുന്ന സമയത്ത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ശർക്കര മുഴുവനായിട്ട് ഉരുകി കിട്ടി കഴിയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും കരടൊക്കെ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് നമുക്കൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഉരുക്കിയെടുക്കുന്ന ശർക്കരയിൽ വേറെ കരടൊന്നുമില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, വേറെ അരിച്ചെടുക്കുന്നൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഇതാ ഞാനിപ്പോൾ ശർക്കരയൊക്കെ നല്ലപോലെ ഉരുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിരകിയെടുത്ത് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം ഒന്നുകൂടി ചൂടാക്കിയിട്ട് ഇതിനകത്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണേ. അപ്പോഴാണ് നമ്മുടെ അടയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇതാ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി അതിനകത്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇനി നമ്മളെടുത്തിരിക്കുന്ന ഗോതമ്പ് പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരുപാട് ഉപ്പൊന്നും വേണ്ട. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അത് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതാ വീണ്ടും 2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ അപ്പമൊക്കെ ചുടൂലേ, അതുപോലെ ഒന്ന് കിട്ടിയാൽ മതി. ഇനി നമുക്കിത് ചുട്ടെടുക്കാനായിട്ട് തവ അടുപ്പത്ത് വയ്ക്കാം. തവ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യോ വെളിച്ചെണ്ണയോ എന്തെങ്കിലുമൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ഗോതമ്പിൻ്റെ ആ മാവ് നമുക്ക് ഇട്ട് കൊടുത്ത് ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അതും കൂടി ഒന്ന് പതിയെ ഒന്ന് മുരിഞ്ഞ് വരട്ടെ. അതിന് ശേഷം നമുക്ക് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ച് കൊടുത്താൽ മതിയേ, ഒരു സൈഡിൽ മാത്രം. അതിനുശേഷം നമുക്ക് ഒന്ന് മടക്കിയെടുക്കണം. ഇതുപോലെ നമുക്കൊന്ന് മടക്കിയെടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ അട അവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിനകത്തേക്ക് ഇത്തിരി നെയ്യൊക്കെ പുരട്ടി കൊടുക്കുകയാണെങ്കിൽ ഇതിലും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ പുരട്ടിയിട്ടില്ലെന്നുള്ളൂ. കുട്ടികൾ എന്തായാലും കഴിക്കും. അടിപൊളിയാണ് ഇതിൻ്റെ ടേസ്റ്റ്. മൈദയും ഉപയോഗിച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഇതിലും ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ഗോതമ്പാണല്ലോ കുറച്ചുകൂടി ഹെൽത്തി, അതുകൊണ്ടാണ് ഞാൻ ഗോതമ്പ് വെച്ചിട്ട് ചെയ്തത്. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്തെടുക്കണമെന്ന് വെച്ചാൽ ഇതുപോലെ ചെയ്താൽ മതിയേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.